ഒരാളുടെ ബുദ്ധിമുട്ട് അറിയണമെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യണം. ഇന്ന് ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഒരു കുട്ടിയും ഉമ്മാന്റെ ഈ വെയിലത്ത് കാണുന്നത്. മംഗളാപുരം നിൽക്കാൻ പറ്റുന്നില്ല, അത്രക്കും ചൂടാണ്. ഈ ലേഡിന് എന്താണ് ബുദ്ധിമുട്ടെന്ന് അറിയില്ല. ഈ ഉമ്മവും കുഞ്ഞി വെറും വെയിലത്ത് ഭിക്ഷ യാചിക്കുന്നത് കുഞ്ഞിന്റെ വയറിനൊർക്കാണ് എന്ന് മനസ്സിലായി. ഒരാളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമ്മൾ അറിയാതെ ഒരിക്കലും അവരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ലൈഫ് പറയുന്നത് കഷ്ടവും സുഖവും രണ്ടും ഒരേപോലെയാണ്. ഇന്ന് നമ്മൾ ആഡംബരമായിട്ട് ബിരിയാണി കഴിച്ചാൽ ഉപ്പും കഞ്ഞും കുടിക്കാനും റെഡി ആയിരിക്കണം. ലൈഫ് ഈസ് ജസ്റ്റ് ചലഞ്ച് ആണ്. ഫൈനലായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരുടെ മുമ്പിലും കൈ നീട്ടാതെ, ആരെയും ഡിപ്പെൻഡ് ആവാതെ, ഒന്നിനും എക്സ്പെക്ട് ചെയ്യാതെ ജീവിച്ചാൽ ആ ലൈഫാണ് സോ ബ്യൂട്ടിഫുൾ ആവുന്നത്. ലൈഫ് ഈസ് വെരി ഷോർട്ട് ആണ്. ആരെയും മനസ്സിന് വേദനിപ്പിക്കാതെ, ആരെയും കണ്ണീരിന് കാരണരാവാതെ മുന്നോട്ട് പോവുക. എന്ന് നമ്മൾ ലൈഫിൽ പെർഫെക്റ്റ് ആയിട്ട് നടക്കുമോ അന്ന് മുതൽ ദൈവം നമ്മളെ കൂടെ ആയിരിക്കും. സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഫ്രഷ് ആയിട്ട് ഓറഞ്ച് ജ്യൂസ് അടിച്ചുകൊണ്ടുണ്ടായിരുന്നു. മുസംബി ജ്യൂസ് ഹീറ്റ് സമയത്ത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഞാനും ട്രൈ ചെയ്യാ, ജ്യൂസ് ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ 3 മുസംബി ജ്യൂസ് ഓർഡർ ചെയ്തു. റോഡ് സൈഡിൽ വെച്ച ഷോപ്പാണെങ്കിൽ എന്താ നല്ലോണം ക്ലീൻ ആൻഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രഷ് മുസംബി ജ്യൂസ് ആണ്, അവർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ചൂടുകാലത്ത് ഐസ് ജ്യൂസ് കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ ഐസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഐസ് ഇട്ടിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കി തരുന്നത്. കുറച്ച് ഷുഗറും സോൾട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നു. സോ ജ്യൂസ് എന്തോ ഐസ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എവിടെ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലേ. യെസ്, ഇത് മംഗളാപുരല് തണ്ണീരുബാവി എന്ന് പറയും. നമ്മൾ ഇന്ന് പോകുന്നത് ബീച്ച് ആൻഡ് പാർക്ക് ആണ്. ഞാനും മാംഗ്ലൂരിൽ ആദ്യമായിട്ടാണ് കേട്ടോ തണ്ണീരുബാവിക്ക് പോകുന്നത്. അങ്ങനെ കുട്ടികൾ കളിക്കുമ്പോൾ നമ്മളെ ചെറുപ്പക്കാലം ഓർമ്മ വരാതിരിക്കില്ലല്ലോ. ഈ പ്ലേസ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തണ്ണീർബാവിക വന്ന് കുറച്ച് ഏരിയ ഒക്കെ നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ അടുത്തടുത്ത് വീടൊക്കെ ഉണ്ട്. ഫൈനൽ എൻഡിലാണ് കേട്ടോ ഈ ഒരു ബീച്ച് ഉള്ളത്. സൺസെറ്റ് നോക്കാൻ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. സൈലന്റ് ആയിട്ട് ഇരിക്കാണ് ഈ ഒരു പ്ലേസ് ബെറ്റർ ആണ്. ഇവിടെ കൂടുതലായിട്ട് വരുന്നത് കപ്പിൾസ്, ബാച്ചുലേഴ്സ് ആൻഡ് ഫാമിലി ആണ്. ഈ കേരളത്തിൽ നിന്ന് ആർക്കെങ്കിലും മാംഗ്ലൂർ വന്ന് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യണമെങ്കിൽ ഈ പ്ലേസ് ഗുഡ് ആണ്. കുട്ടികളെ കൂട്ടി വരുമ്പോൾ കെയർഫുൾ ആയിരിക്കുക. സോ നല്ല രസമുള്ള പ്ലേസ് ആണ്. പക്ഷെ ഈ ഹീറ്റ് സമയത്ത് ആരും വരല്ലേ. മംഗളാപുരത്ത് ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അങ്ങനെ ഞാൻ ഉമ്മ കുട്ടികൾ ഇവിടെ വന്ന് 30 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. കുട്ടികളുടെ കയ്യിൽ 2 ആൾക്കും പോപ്കോർണും ഉമ്മാന്റെ കയ്യിൽ വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു. ചെറിയ മോനാണെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെയുള്ള പ്ലേസ് ഒക്കെ നോക്കുന്നത്. അങ്ങനെ ഈവനിങ് സമയം ആയതുകൊണ്ട് നല്ലോണം കാറ്റ് വന്നുണ്ടായിരുന്നു. ഇവിടെ കൂടുതലായിട്ട് സ്റ്റുഡൻസ് ആണ് സൺസെറ്റ് നോക്കാൻ വരുന്നത്. അങ്ങനെ ഞമ്മളും 30 മിനിറ്റ്സ് അവിടെ ഇരിക്കാന്ന് പ്ലാൻ ചെയ്തു. കുട്ടികൾ സാവകാശ പോപ്കോർൺ ആൻഡ് വാട്ടർ കുടിച്ചുകൊണ്ടായിരുന്നു. 30 മിനിറ്റ്സ് ആകുമ്പോൾ വലിയ മോൻ പാർക്ക് പോവാൻ വാശി പിടിച്ചു. അങ്ങനെ നമ്മൾ പാർക്ക് പോവാൻ പ്ലാൻ ഇട്ടു. പോകുന്ന വൈകാനിട്ട് എന്റെ വ്യൂവേഴ്സിന് ഹായ് പറയാൻ വേണ്ടി നവീൽ ഇവിടെ കാത്തിരിക്കാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് തണ്ണീർബാവി പാർക്ക് കിട്ടുന്നത്. ഒരു എൻട്രൻസ് ഫീസ് തന്നെ പെർ പേഴ്സൺക്ക് 20 റുപ്പീസ് കൊടുക്കണം. ടൈമിങ്സ് ഒന്നുമില്ല, ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് തിരിച്ചു വരാം. പാർക്ക് എന്ന് പറഞ്ഞാൽ അത് കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ആണ്. പാർക്കിന്റെ എൻട്രൻസിൽ തന്നെ കുട്ടികളെ അട്രാക്റ്റീവ് ആക്കുന്ന ഡോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾ എന്ത് ഷോക്കുകൾ നോക്കാണ്. നേരിട്ട് കാണാൻ എത്രയ്ക്ക് ഭംഗിയായിരുന്നു പറഞ്ഞാൽ. ഈ തണ്ണീർബാവി പാർക്ക് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത്. ഇതുവരെ മാംഗ്ലൂരിൽ ഒരു പാർക്കും ഞാൻ വിസിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് അറിയുമില്ല ഇങ്ങനെയുള്ള പാർക്കൊക്കെ ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട്. കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു പ്ലേസിൽ ഒരു 15 മിനിറ്റ്സ് ടൈം സ്പെൻഡ് ചെയ്തു. ഈ ഒരു പാർക്കിൽ ലോങ് ആയിട്ട് നടക്കാനുണ്ട്. ഒരുപാട് സീൻ പ്ലേസ് ഉണ്ട്. പിന്നെ കുട്ടികൾ ഇവിടെ നോക്കി മടുത്ത ശേഷം ഇനി നമ്മൾ മുന്നോട്ട് പോവാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് രസകരമായി കാണുന്ന ഈ ഒരു കാഴ്ച. ഹാർഡ് മനുഷ്യൻ, അവരുടെ ലൈഫ് സ്റ്റൈൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആവശ്യമില്ലല്ലേ. സോ എത്രയൊക്കെ ഹാർഡ് ലൈഫാണ് അവരത്. രാവിലെ മുതൽ രാത്രി വരെ വേട്ടയാടിയാൽ മാത്രമേ അവർക്ക് വയറ് നിറയുള്ളൂ. സോ അവരുടെ ലൈഫ് നമ്മളെ ലൈഫ് കമ്പയർ ചെയ്താൽ നമ്മൾ എത്രയോ ബെറ്റർ ആണ്. എന്തൊക്കെ ദൈവം തന്നാലോ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. എല്ലാത്തിനും ഓരോരോ കുറവുകൾ കണ്ടുപിടിക്കും. നമ്മളെ ലൈഫ് ഇവരുടെ സിറ്റുവേഷനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഹാർഡ് ലൈഫാണ് ഇവരത്. ഇവർക്ക് സംസാരിക്കാൻ ഭാഷകൾ ഇല്ല. ഇവരുടെ ആയ ഭാഷയിലാണ് ഇവർ സംസാരിക്കുന്നത്. മുമ്പ് ഇവരെ ബടകട്ടു ജനാംഗ ഇല്ലെങ്കിൽ കീൽ ജാതി എന്ന് പറഞ്ഞുണ്ടായിരുന്നു. ഇപ്പൊ ഇവർ ആരും കാണാറില്ല. ഇവർ കൺവേർട്ട് ആയിട്ട് നല്ല ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്തോളൂ. അങ്ങനെ മുന്നോട്ട് പോവാണ്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു ഋഷിമുനി
ഇതിനും ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ. ഋഷിമുനി മെയിൻ ആയിട്ട് പച്ചമരുന്ന് തരുന്ന ഒരാളാണ്. ആൻഡ് ആൾസോ തപസ് ചെയ്യുന്ന ആളുമാണ്. മുമ്പ് ഹെഡ് ഏക്ക്, ബാക്ക് പെയിന്, നീ പെയിൻ എല്ലാം ഉണ്ടെങ്കിൽ പച്ചമരുന്നാണ് തന്നുണ്ടായത്. നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന പച്ച ഇലലാണ് ഇവർ മരുന്നൊക്കെ തയ്യാറിച്ചു ഉണ്ടായത്. ഇപ്പോഴത്തെ ജനറേഷൻ ഫുള്ള് ചേഞ്ച് ആണ്. ഒരു ചെറിയ തലവേദന വന്നാൽ നമ്മൾ ഡോക്ടറിന്റെ കൺസൾട്ട് ചെയ്യും. ഇപ്പോഴത്തെ ആൾക്കാർ പച്ചമരുന്ന് മാത്രമേ ആയിരുന്നു അവരുടെ ഔഷധം. എന്റെ കുട്ടികളാണെങ്കിൽ ഷോക്കിൽ നോക്കാണ്. ഇവരൊക്കെ ഇതൊക്കെ ആദ്യമായിട്ടാണ് നോക്കുന്നത്. നിങ്ങൾക്ക് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി എഗെയിൻ നവില് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ അവിടെ പാർക്ക് ഉണ്ടെന്ന് കേട്ടു. ഒരുപാട് ലോങ് നടക്കണം കേട്ടോ. ബാംഗ്ലൂരിലും ഈ ബംഗറിലെ ഹൈലൈറ്റ് ആയത് ഫിഷിംഗ് ഏരിയ പറഞ്ഞിട്ടാണ്. ഇതെന്താണ് അറിയോ? ക്രാബ്. ഫിഷിൽ ക്രാബ് ആർക്കാണല്ലേ ഇഷ്ടമില്ലാത്ത? മംഗലാപുരമൊക്കെ വിസിറ്റ് ചെയ്താൽ ഈ ക്രാബിന്റെ കാലൊന്ന് കട്ടായിട്ടുണ്ട്. നല്ല ക്രാബ് കറി ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഈ ക്രാബിന്റെ കാൽ കൊണ്ടിട്ട് കറി വെച്ച് എനിക്കും പാർസൽ ചെയ്യാം. 2 വലിയ ഫിഷും ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് വരാണ് നടന്ന് വയ്യാതായി. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഹായ് പറയാൻ വേണ്ടി നവില് വന്നുകൊണ്ടേയിരുന്നു. ഫൈനലി കുട്ടികൾക്ക് പാർക്ക് കണ്ടു. കുട്ടികളാണെങ്കിൽ പാർക്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോനെ ഞാൻ ഒരുപാടായി പാർക്കിലൊന്നും കൊണ്ടുവരാതെ അവൻക്ക് വേണ്ടി ഒരു 2 മിനിറ്റ്സ് ടീച്ച് ചെയ്യാന്ന് വിചാരിച്ചു. വീക്ക്ലി 1 ടൈം എങ്കിലും കുട്ടികളെ പാർക്ക് കൊണ്ടുവന്നിട്ട് അവരെ മനസ്സിനൊരു ഹാപ്പി കൊടുക്കുക. കുട്ടികളെ മൈൻഡിലെ ഹാപ്പി മൂഡ് ആയാലും അവർ എന്നും ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കും. ചെറിയ മോനെ ഞാൻ കളിപ്പിക്കാൻ പഠിപ്പിച്ചിട്ട് പിന്നെ അവർ കളിക്കുന്നത് നോക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാനും ഉമ്മ. ഒരു 1 hour പാർക്കിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നേരെ മുന്നോട്ട് നടക്കാണ്. ഇനി മുന്നോട്ട് പോകുമ്പോഴാണ് മാംഗ്ലൂരിൽ ഇതിലേക്ക് നേഗിലു എന്ന് പറയും. മാംഗ്ലൂരിൽ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. മാംഗ്ലൂരിൽ തുളു സാമ്പ്രദായിക നാടുമാണ്. ഇത് ഹിന്ദു ആചാരത്തില് നേമ, കോല, യക്ഷഗാനൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അവരെ ഫാമിലി പൂജയാണ്. മാംഗ്ലൂരിന്റെ ആൾക്കാർ വിദേശത്തിലൊക്കെ സെറ്റിലായ ആൾക്കാരുണ്ട്. കുടുംബത്തെ പൂജ, കോല, നേമ വെച്ചാൽ അവർ എവിടെ ഉണ്ടായാലും മാംഗ്ലൂരിൽ വന്നിരിക്കണം. ശില്പശെട്ടിന്റെ തറവാട്ട് മാംഗ്ലൂർ ആണ്. ശില്പശെട്ടിന്റെ കുടുംബ പൂജയ്ക്ക് വേണ്ടി ശില്പശെട്ടി ഇങ്ങോട്ട് വരാറുണ്ട്. കുഡ്ല തുളുനാട് പറയുന്നത് തുളുനാട് സാമ്പ്രദായിക നാടാണ്. ഈ പാർക്കില് മാംഗ്ലൂരിന്റെ സാമ്പ്രദായിക ആചാര വിചാരങ്ങളൊക്കെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനലി വീട്ടിൽ പോവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.